അടുത്ത എന്താണ് റെഗുലർ ഡയഗ്രാഫ്. റെഗുലർ ഡയഗ്രാഫ് എന്ന് പറയുമ്പം ഒരു ഗ്രാഫിലെ എല്ലാ വെർട്ടിസസിൻ്റെയും ഇൻ ഡിഗ്രിയും ഔട്ട് ഡിഗ്രിയും സെയിം ആയിരിക്കും. ഞാനിപ്പം V1ൻ്റെ ഇൻ ഡിഗ്രി എടുക്കുക. V1ൻ്റെ ഇൻ ഡിഗ്രി നോക്കിക്കേ, ഉള്ളിലേക്ക് ആരെ വരുന്ന ഒരാളെ വരുന്നുള്ളൂ അല്ലേ. അപ്പോൾ V1ൻ്റെ ഇൻ ഡിഗ്രി 1 ആണ്. ഇനി V1ൻ്റെ ഔട്ട് ഡിഗ്രി നോക്കിക്കേ, V1ൻ്റെ ഔട്ട് ഡിഗ്രി ഞാൻ എടുക്കുക. പുറത്തേക്ക് തേണ്ടേ ഒരു ഡയറക്ഷനേ ഉള്ളൂ അല്ലേ. അപ്പോൾ V1ൻ്റെ ഔട്ട് ഡിഗ്രിയും 1 ആണ്. അടുത്ത V2ൻ്റെ ഇൻ ഡിഗ്രി എടുക്കുക. V2ൻ്റെ ഇൻ ഡിഗ്രി നോക്കുമ്പോൾ നോക്കിക്കേ, അകത്തേക്ക് ഒരാളുണ്ടല്ലേ, അതേപോലെ പുറത്തേക്ക് ഒരാൾ. അപ്പം V2ൻ്റെ ഇൻ ഡിഗ്രിയും 1 ആണ്, V2ൻ്റെ ഔട്ട് ഡിഗ്രിയും 1 ആണ്. അടുത്ത V3 എടുക്കാം. V3 എടുക്കുമ്പം V3യിലേക്ക് ഒരാൾ വരുന്നുണ്ടല്ലേ, V3യിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പം ഇൻ ഡിഗ്രി 1 ആണ്, ഔട്ട് ഡിഗ്രി എത്രയാണ്? ഔട്ട് ഡിഗ്രി എത്രയാണ്? 1 ആണ്. അതേപോലെ V4 എടുക്കുക. ഞാൻ V4 എടുക്കുമ്പോഴും കണ്ടോ, ഉള്ളിലേക്ക് ഒരാൾ വരുന്നുണ്ട്, പുറത്തേക്ക് ഒരാൾ പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻ ഡിഗ്രി 1 ആണ്, ഔട്ട് ഡിഗ്രിയും 1 ആണ്. V5 നോക്കാം. V5 എടുക്കുമ്പോഴും അതുപോലെ തന്നെ കിട്ടും. V5 എടുക്കുമ്പോൾ നോക്കിക്കേ, ഇൻ ഡിഗ്രി 1, ഔട്ട് ഡിഗ്രി 1. നോക്കിക്കേ, ഇവിടുത്തെ ഇൻ ഡിഗ്രി എല്ലാം സെയിമാണ്, എല്ലാ വെർട്ടക്സിൻ്റെ ഇൻ ഡിഗ്രി സെയിമാണ് അല്ലേ. ഇവിടെ നോക്കിക്കേ, എല്ലാ വെർട്ടക്സിൻ്റെ ഔട്ട് ഡിഗ്രി സെയിമാണ്. അങ്ങനെ ഒരു ഗ്രാഫിൽ എല്ലാ വെർട്ടക്സിൻ്റെ ഇൻ ഡിഗ്രിയും സെയിമാണ്, എല്ലാ വെർട്ടക്സിൻ്റെ ഔട്ട് ഡിഗ്രിയും സെയിം ആണെങ്കിൽ അങ്ങനെയുള്ള ഗ്രാഫിനെ നമുക്ക് റെഗുലർ ഡയഗ്രാഫ് എന്ന് പറയാം. അടുത്ത നമ്മൾ പഠിക്കുന്നത് ഡയറക്റ്റഡ് വോക്കാണ്. ഡയറക്റ്റഡ് വോക്കിന് മുന്നേ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ വോക്ക് പഠിച്ചിട്ടുണ്ട്. എന്തുവായിരുന്നു പഠിച്ചത്? വോക്ക് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് വെർട്ടിസസ് ആൻഡ് എഡ്ജസ് ആണ്. അത് നമ്മൾ എന്താണ്, അതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വെർട്ടിസസ് ആയിരിക്കും. അവിടെ ഈച്ച് എഡ്ജിനെ എന്താണ് കണക്ട് ചെയ്ത് പ്രിസീഡിങ് ഒരു വെർട്ടിസസ് ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് നമ്മൾ വോക്കിനെ കുറിച്ച് പറഞ്ഞത്. ഇതേ വോക്കിന് ഒരു ഡയറക്ഷൻ കൊടുത്താൽ മതി, അത് ഡയറക്റ്റഡ് വോക്കാവും കേട്ടോ. ഇനി ഇതിൽ നോക്കിക്കേ, ഈ ഒരു ഫിഗർ നോക്കാം. ഇപ്പം ഞാൻ പറയാം, എനിക്ക് V5ൽ നിന്ന് V3യിലേക്ക് വോക്ക് ചെയ്യണം. എങ്ങനെ പോവാം? V5ൽ നിന്ന് V9 വരെ V3 പോവല്ലേ. V5 E9 V3. ഇതെന്താണ്? ഒരു ഡയറക്റ്റഡ് വോക്കാണ്. ഡയറക്റ്റഡ് വോക്ക്. ഇനി ഞാനൊരു വോക്ക് പറയാം. എനിക്ക് V3ൽ നിന്ന് ഈ V2യിലേക്ക് പോകണം. V3യിലേക്ക് V2യിൽ പോകാൻ ഞാൻ ആദ്യം നോക്കുക, V3ൽ നിന്ന് V1 വഴി. ആ വഴി എനിക്ക് പോകാൻ പറ്റുമോ? ഇല്ല അല്ലേ. എന്തുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്? ഡയറക്ഷൻ നോക്കിക്കേ, V3യിൽ നിന്ന് V1ലേക്ക് പോകാൻ എനിക്ക് ഡയറക്ഷൻ ഉണ്ടോ? ഇല്ലല്ലേ. ഡയറക്ഷൻ V1ൽ നിന്ന് V3യിലേക്കാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ വഴി എന്തായാലും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ നോക്കുക, എനിക്ക് V3യിൽ നിന്ന് V2യിൽ എത്തണം. വേറെ ഏതെങ്കിലും വഴിയുണ്ടോ? ഇവിടെ നോക്കിക്കേ, ഇത് V3യിലേക്ക് ഇന്നല്ലേ, അതേപോലെ ഈ ഡയറക്ഷൻ എല്ലാം V3യിലേക്ക് ഇന്ന. ആ ഒരേ ഒരു ഔട്ടേ ഉള്ളൂ അല്ലേ, ഏതാ? E6. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ V3 എഴുതി. V3യിൽ നിന്ന് ഞാൻ E6 വഴി V4ലെത്തി. E6 വഴി ഞാൻ ഇവിടെ എത്തി, V4ലെത്തി. ഇനി നോക്കുക, ഇവിടെയും ഔട്ട് ഏത് മാത്രമേ ഉള്ളൂ? E3 വഴി V1ൽ പോകാൻ മാത്രമേ ഔട്ടുള്ളൂ അല്ലേ. പിന്നെ എല്ലാം ഇന്നാണ് വന്നേക്കുന്നുണ്ട്. E2 V4ലേക്ക് ഇന്നാണ്, E6ഉം ഇന്നാണ്, E7ഉം ഇന്നാണ്. ഒരേ ഒരു ഔട്ടേ ഉള്ളൂ, E3. അപ്പോൾ എനിക്ക് മനസ്സിലായി, V4ൽ നിന്ന് E3 വഴി ഞാൻ എവിടെ വന്നു? V1ൽ വന്നു. ഇവിടെ എനിക്ക് എത്ര ഔട്ടുണ്ട്? 3 ഔട്ടുണ്ട്. ഏതൊക്കെയാ? E4 ഉണ്ട്, E1 ഉണ്ട്, E2 ഉണ്ട്. എനിക്ക് എവിടെ എത്തണ്ടേ? V2യിലേക്കല്ലേ എനിക്ക് പോകേണ്ടത്. അപ്പോൾ എനിക്ക് ഏത് ചൂസ് ചെയ്താൽ മതി? E4 ചൂസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ V1ൽ നിന്ന് E4 വഴി V2യിൽ വന്നു. അപ്പോൾ ഇതാണ് V3യിൽ നിന്ന് V2യിലേക്ക് വരാനുള്ള ഡയറക്റ്റഡ് വോക്ക്. ഇങ്ങനൊരു പാത്ത് നമുക്ക് ഈ ഗ്രാഫിൽ പറയാൻ പറ്റുവാണെങ്കിൽ നമുക്കിതിനെ എന്തെന്ന് പറയാം? ഒരു വോക്കാണെന്ന് പറയാം അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഡയറക്റ്റഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു ക്ലോസ്ഡ് വോക്കാണ്. നോ റിപ്പീറ്റഡ് എഡ്ജസ് വിച്ച് ഫോളോസ് ഡയറക്ഷൻ. ഡയറക്ഷൻ ഉള്ള ഒരു ക്ലോസ്ഡ് വാക്ക് വിത്ത് നോ റിപ്പീറ്റഡ് എഡ്ജസ്, അതിന് നമുക്ക് എന്തെന്ന് പറയാം? ഡയറക്റ്റഡ് സർക്യൂട്ട് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഫിഗർ തന്നെ എടുക്കാം. ഇവിടെ ഞാൻ ഡയറക്റ്റഡ് സർക്യൂട്ട് പറഞ്ഞുതരാം. എനിക്കിപ്പോൾ വേണ്ടത് V1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് V1ൽ തന്നെ എത്തണം. അതിനിപ്പോൾ എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് V1 എഴുതാം. അതേപോലെ V1 എഴുതി. ഇനി ഞാൻ നോക്കാം, V1ൽ നിന്ന് E4ലേക്ക് ഔട്ടുണ്ട്, E1ലേക്ക് ഔട്ടുണ്ട്, E2ലേക്ക് ഔട്ടുണ്ട്. ഞാൻ E1 ചൂസ് ചെയ്യാം. അപ്പോൾ E1ൽ നിന്ന് എനിക്ക് V3യിലെത്താം. അപ്പോൾ V1 E1 V3. ഇനി V3 വന്നപ്പോൾ നോക്കിക്കേ, ഒരേ ഒരു ഔട്ടേ ഉള്ളൂ അല്ലേ, E6ലോട്ട് മാത്രം, ബാക്കിയെല്ലാം ഇന്നല്ലേ. അപ്പം V3 E6 V4, V3 E6 V4.
ഇനി നോക്കി, ഇപ്പം ഞാൻ V4 ഇവിടെ എനിക്ക് ഔട്ട് എവിടെ ഉള്ളത്? E3 ഉള്ളത് അല്ലേ? E3 ഔട്ടാണ്, ബാക്കി എല്ലാം ഇന്നല്ലേ വന്നേക്കുന്നത്. അപ്പം V4 E3 V1. ഞാൻ V1 സ്റ്റാർട്ട് ചെയ്തു, V1 തന്നെ എൻഡിങ് ചെയ്തു അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഒരു ഡയറക്റ്റഡ് സർക്യൂട്ടാണ്. ഡയറക്റ്റഡ് സർക്യൂട്ട്. ഇതിനെ ഒരു ഡയറക്റ്റഡ് സർക്യൂട്ട് എന്ന് പറയാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡെഫിനിഷനാണ് പഠിക്കുന്നത്. സ്ട്രോങ്ലി കണക്റ്റഡ് ഗ്രാഫും വീക്ക്ലി കണക്റ്റഡ് ഗ്രാഫിനും എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടും പിന്നെ 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അപ്പം സ്ട്രോങ്ലി കണക്റ്റഡ് ഗ്രാഫ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്ട്രോങ്ലി കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഞാനിപ്പോൾ 2 വെർട്ടെക്സ് എടുക്കുകയാണെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് 1 ഡയറക്റ്റഡ് ഗ്രാഫെങ്കിലും കാണണം. അതായത് അറ്റ്ലീസ്റ്റ് ഒരു 1 ഡയറക്റ്റഡ് എഡ്ജ് കാണണമെന്നാണ് പറയുന്നത്. അപ്പം ഈ സ്ട്രോങ്ലി കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുമ്പോഴേ ഇതിന് എക്സാമ്പിൾ നോക്കിക്കേ. ഇതൊരു സ്ട്രോങ്ലി കണക്റ്റഡ് ഗ്രാഫിന് എക്സാമ്പിളാണ്. ഇത് V1, ഇത് V2, V3, V4. ഓക്കെ, ഇനി ഞാൻ ഇതിന് ഡയറക്ഷൻ കൊടുക്കാം. ഡയറക്ഷൻ ഇപ്പം ഇതാണ്ടേ, ഞാനിങ്ങനെ ഡയറക്ഷൻ കൊടുത്തു. ഇങ്ങനെ കൊടുക്കാവേ. പിന്നെ ഈ സ്ട്രോങ്ലി കണക്റ്റഡ് ഗ്രാഫ് എന്ന് കാണുമ്പം കംപ്ലീറ്റ് ഗ്രാഫാണ് തെറ്റിദ്ധരിക്കരുത്. കംപ്ലീറ്റ് ഗ്രാഫ് അല്ല. സ്ട്രോങ്ലി കണക്റ്റഡ് ഗ്രാഫ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ഏത് 2 വെർട്ടെക്സ് എടുത്താലും ആ വെർട്ടെക്സിലേക്ക് പോകാൻ എനിക്കൊരു പാത്ത് ഉണ്ടായിരിക്കും. അതായത് ഒരു ഡയറക്ഷൻ. ഇപ്പോൾ എനിക്ക് V2 പോകാൻ, V1 V2 പോകാൻ എനിക്ക് ഡയറക്ഷൻ ഉണ്ട്. V3 എനിക്ക് V2 പോകാൻ ഡയറക്ഷൻ ഉണ്ട്. കണ്ടോ? V4 എനിക്ക് V2 പോകാൻ ഡയറക്ഷൻ ഉണ്ട്. ഇപ്പം ഞാൻ ഏത് വെർട്ടെക്സ് എടുത്താലും വേറെ വെർട്ടെക്സ് ചെയ്ത് എനിക്ക് ആ വെർട്ടെക്സിലോട്ട് പോകാനൊരു ഡയറക്ഷൻ വേണം. അതാണ് സ്ട്രോങ്ലി കണക്റ്റഡ് ഗ്രാഫ്. എനിക്കിപ്പോൾ V2 V1 പോകണം. എങ്ങനെ പോകാം? എനിക്ക് V2 V3 പോയി, V3 V1 പോയി അല്ലേ? V2 V3 V1. അങ്ങനെ ഏതൊരു വെർട്ടെക്സ് എടുത്താലും ആ വെർട്ടെക്സിലോട്ട് എത്താൻ എനിക്ക് പാത്ത് കാണും. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എനിക്കിപ്പം V4 എത്തണമെന്ന് വെച്ചോ, V1 എനിക്ക് എല്ലാ വെർട്ടെക്സിൽ നിന്നും എനിക്ക് V4 എത്തണമെന്ന് വെച്ചോ. ഇപ്പം ഞാൻ V1 V4 എത്താതാണ്ട് എളുപ്പമാണ്. ഇങ്ങനെ വന്നാൽ മതി അല്ലേ? എനിക്ക് V2 V4 എത്തണം. ഞാൻ എങ്ങനെ പോകും? V2 V3 പോവും, V3 V1 പോവും, എന്നിട്ട് V4 പോവും അല്ലേ? ഇനി എനിക്ക് V3 V4 പോകണം. അതിനെങ്ങനെ പോകാം? V3 V1 പോകണം, V1 V4 പോകണം അല്ലേ? അതേപോലെ ഏത് വെർട്ടെക്സ് ഞാൻ എടുത്താലും ആ വെർട്ടെക്സിൽ നിന്നെല്ലാം ഞാൻ ഉദ്ദേശിച്ച വെർട്ടെക്സിൽ എനിക്ക് എത്താൻ പറ്റുന്നുണ്ടല്ലേ? അതേപോലത്തെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് എന്ത്? വീക്ക്ലി കണക്റ്റഡ് ഗ്രാഫ്. വീക്ക്ലി കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇതിന് എക്സാമ്പിൾ നോക്കിക്കേ. ഇപ്പം ഞാനിങ്ങനെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഓക്കെ, ഇനി ഡയറക്ഷൻ കൊടുക്കാം. ഇതെൻ്റെ V3, ഇത് V1, ഇത് V2, ഇത് V4. ഓക്കെ, ഇവിടെ ഞാൻ ഇങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുത്തു, ഇവിടുന്ന് ഇങ്ങോട്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഡയറക്ഷൻ കൊടുക്കുക. ഇനി നോക്കിക്കേ, വീക്ക്ലി കണക്റ്റഡ് ഗ്രാഫ് എന്തോ വ്യത്യാസം എന്ന് വെച്ചാൽ, സ്ട്രോങ്ലി കണക്റ്റഡ് ഗ്രാഫിൽ എന്തുമായിരുന്നു? ഒരു വെർട്ടെക്സ് എടുത്താൽ വേറൊരു വെർട്ടെക്സിലേക്ക് പോകാൻ എനിക്ക് ഡയറക്ഷൻ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലായിടത്തും ഡയറക്ഷൻ വരണമെന്നില്ല. ഇപ്പം നോക്കിക്കേ, V1 V2 പോകാൻ ഡയറക്ഷൻ ഉണ്ടല്ലേ? V1 എനിക്ക് V4 പോകാൻ ഡയറക്ഷൻ ഉണ്ട്. എങ്ങനെ പോകാം? V1 V2 വരാം, V2 നേരെ V4 പോകാം. പക്ഷേ V1 എനിക്ക് V3 പോകണം. ഡയറക്ഷൻ ഉണ്ടോ? ഇല്ലല്ലേ? V3 V1 ഉള്ളൂ. അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഞാൻ ഇങ്ങനെ വരുമെന്ന് വെച്ചോ, V1 V2 വന്നു, V2 V4 വന്നു, V4 പിന്നെ V1 വരാനേ പറ്റൂ. ഒരിക്കലും എനിക്ക് V1 V3 പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഗ്രാഫ്, അതായത് ഡയറക്ഷൻ എനിക്ക് ചില കേസുകളിൽ പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയും? വീക്ക്ലി കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയും. നെക്സ്റ്റ് ടേം നോക്കിക്കേ, ഡിസ്കണക്റ്റഡ് ഗ്രാഫ്. ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോങ്ലി കണക്റ്റഡ് അല്ല, വീക്ക്ലി കണക്റ്റഡ് അല്ലെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്ന് പറയും. അടുത്ത ഡെഫിനിഷൻ നോക്കിക്കേ, ബൈനറി റിലേഷൻ യൂസിങ് ഡയഗ്രാഫ് അല്ലേ? ബൈനറി റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ഡിസ്ക്രീറ്റ് മാത്തമാറ്റിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ടേം അല്ലേ ബൈനറി റിലേഷൻ? പിന്നെ റിഫ്ലെക്സീവ്, സിമ്മെട്രിക്, ട്രാൻസിറ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ടേംസാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബൈനറി റിലേഷൻ എന്ന് പറയുമ്പം എ എന്ന് പറയുന്ന ഒരു സെറ്റിൽ നിന്ന് എ എന്ന് പറയുന്ന വേറൊരു സെറ്റിലേക്ക് തന്നെ നമ്മൾ എന്താണ്? ഒരു ക്രോസ് പ്രൊഡക്റ്റ് എടുക്കുകയാണല്ലേ? ഓക്കെ, അപ്പോൾ അതിൻ്റെ സബ്സെറ്റായിട്ട് ഒരു സെറ്റ് ഉണ്ടാവത്തില്ല. ആ സെറ്റിനെ നമ്മൾ എന്താ പറയുന്നത്? റിലേഷൻ എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? റിലേഷൻ ആർ ഓൺ സെറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ഇഫ് എ കോമ ബി ബിലോങ്സ് ടു എ ക്രോസ് എ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ റിലേറ്റഡ് ബി എന്ന് പറയാം അല്ലേ? അപ്പോൾ എ ക്രോസ് എയിലെ ഒരു എലമെൻ്റ് ആണ് എ കോമ ബി എന്ന് പറഞ്ഞാൽ അതിനെ എനിക്ക് എങ്ങനെ എഴുതാം? എ റിലേറ്റഡ് ബി എന്ന് പറഞ്ഞ് എഴുതാം. ഇത് ഞാനിപ്പോൾ എ കോമ ബി എന്ന് പറയുന്ന ഓർഡേർഡ് പെയർ എടുക്കുകയാണെങ്കിൽ ഇതിൽ എ എന്ന് പറയുന്ന ഫസ്റ്റ് എലമെൻ്റ് എന്തായിരിക്കും? എൻ്റെ ഇനീഷ്യൽ വെർട്ടെക്സ് ആയിരിക്കും.
പിന്നെ ഈ ബി എന്ന് പറയുന്ന ആരായിരിക്കും എൻ്റെ സെക്കൻഡ് എലമെൻ്റ് ആണിത്, ടെർമിനൽ വെർട്ടെക്സ്. അടുത്തത് ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതിൽ എ തന്നിട്ടുണ്ടല്ലേ, എ എന്ന് പറയുന്ന സെറ്റിൽ 1 2 3 4 5 വന്നിട്ടുണ്ട്. ആർ എന്ന് പറയുന്ന റിലേഷൻ, ആർ എന്ന് പറയുന്ന സെറ്റിൽ ഏതൊക്കെയുണ്ട്, 1 1 1 2 1 3 3 3 3 5 ഇങ്ങനെ കുറച്ച് തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമ്മൾ എന്താണ് ഒരു ഡയഗ്രാഫ്, അതായത് ഡയറക്ഷനുള്ള ഒരു ഗ്രാഫ് വരയ്ക്കാനാണ്. ഇപ്പോൾ എൻ്റെ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്, 1 ഉണ്ട്, അതെല്ലാം ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് നിർത്തുമോ. 1, ഇത് 2, ഇത് 3, 4 ഞാൻ ഇവിടെ കൊടുക്കാം, ഇത് 4, ഇത് 5. ഇപ്പോൾ ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് നിർത്തും. 1 1ലേക്ക് റിലേഷൻ പറഞ്ഞാൽ അത് എന്തായിരിക്കും, ഒരു സെൽഫ് ലൂപ്പ് ആയിരിക്കും അല്ലേ, അതിനൊരു ഡയറക്ഷനും കൂടെ കൊടുത്താൽ മതി. അടുത്ത നോക്കിക്കേ, 1 2ലേക്കാണ്. 1 2ലേക്ക് വെച്ചാൽ 1 2ലോട്ട് ഡയറക്ഷൻ കൊടുക്കണം. 1 2ലോട്ട് ഡയറക്ഷൻ കൊടുത്തു. അടുത്ത 1 3ലോട്ട് ഡയറക്ഷൻ, 1 3ലോട്ട് ഡയറക്ഷൻ. 3 എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു സെൽഫ് ലൂപ്പാണല്ലേ. പിന്നെ 3 5ലോട്ടൊരു റിലേഷൻ അല്ലേ, 3 5ലോട്ട് ഒരു ഡയറക്റ്റഡ് ഇത് വരയ്ക്കണം. അടുത്തത് 4 1ലോട്ടുണ്ടല്ലേ. ഈ 4 ഞാൻ ഇവിടുന്ന് മാറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ക്രോസ് ആയിപ്പോത്തില്ലേ. അപ്പോൾ നോക്കിയേ, 4 1ലേക്ക് ഒരു റിലേഷൻ പറയുന്നുണ്ട്. അപ്പോൾ 4 1 അല്ലേ, 4 1ലേക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പോവല്ലേ. ഇനി 4 5ലേക്കാണ് പറയുന്നത്, അപ്പോൾ 4 5ലേക്ക് ഡയറക്ഷൻ കൊടുക്കണം. പിന്നെ 5 4 എന്ന് പറയുമ്പോൾ എന്താണ്, തിരിച്ച് 5 4ലേക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കണം. നമ്മുടെ ഗ്രാഫ് ഇങ്ങനെ വരും കേട്ടോ. ഞാനിപ്പം ഇങ്ങനെ 1 2 3 എടുത്തുകൊണ്ട് ഈ ഒരു ഷേപ്പ് ഇട്ട്, ഈ ഷേപ്പ് നോക്കണ്ട, നമ്മൾ കൊടുത്തേക്കുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ നോക്കിയാൽ മതി. ഇപ്പോൾ 1 1 സെൽഫ് ലൂപ്പ് ഉണ്ട്, 1 2ലേക്ക് ഡയറക്ഷൻ, 1 3ലേക്ക് ഡയറക്ഷൻ, 3 3 സെൽഫ് ലൂപ്പാണ്, 3 5ലേക്ക് ഡയറക്ഷൻ ഉണ്ട്, 4 1ലേക്കുണ്ട് ഡയറക്ഷൻ, 4 5ലേക്ക് ഡയറക്ഷൻ, തിരിച്ച് 5 4ലേക്ക് ഡയറക്ഷൻ, എല്ലാ ഡയറക്ഷനും വന്നല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, കൺസിഡർ എസ്സിൽ ആരൊക്കെയുള്ളത്, 3 4 7 5 8. ഡിഫൈൻ എ റിലേഷൻ ആർ ഓൺ എസ്. ആർ എന്താണ് തന്നേക്കുന്നത്, ആർ എന്ന് പറയുന്നത് എ കോമ ബി, അതിൽ എ എന്ന് പറയുന്നത് എന്തായിരിക്കും, ബീനെ കാട്ടി ഗ്രേറ്റർ ആയിരിക്കും. എ ബീനെ കാട്ടി ഗ്രേറ്റർ ആവുന്ന ഒരു സെറ്റ് എഴുതാം. അപ്പം ആർ എന്ന് പറയുന്നതിൽ ഇപ്പം ഞാൻ 4 എടുക്കുക. 4 എന്ന് പറയുന്നത് എന്താണ്, 3നെ കാട്ടി ഗ്രേറ്റർ ആണ്. എ എന്ന് പറയുന്നത് എൻ്റെ 4 ആണ്, ബി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ 4 ഗ്രേറ്റർ ദാൻ 3 ആണ്. അപ്പോൾ ഇതെനിക്ക് എടുക്കാമല്ലോ. പിന്നെ 7 ഗ്രേറ്റർ ദാൻ 3 അല്ലേ, ഞാനിങ്ങനെ 3നെ ഫിക്സ് ആക്കി വെച്ചിട്ട് എല്ലാവരുമായിട്ട് കമ്പയർ ചെയ്യാം കേട്ടോ. അപ്പോൾ 4 ഗ്രേറ്റർ ദാൻ 3 ആണ്, 7 ഗ്രേറ്റർ ദാൻ 3 ആണല്ലേ. അടുത്ത 5 എടുക്കുക. 5 എന്ന് പറയുന്നതും ഗ്രേറ്റർ ദാൻ 3 ആണ്. അതേപോലെ അടുത്ത ഏതാ, 8ഉം ഗ്രേറ്റർ ദാൻ 3 ആണ്. ഓക്കെ, ഇനി അപ്പോൾ 3 വെച്ച് ഞാൻ ഈ നമ്പേഴ്സിനെ എല്ലാം കമ്പയർ ചെയ്തു. ഇനി അടുത്തത് ഞാൻ 4 ഫിക്സ് ആക്കി വെക്കുക. ഓക്കെ, അപ്പോൾ 3 ഗ്രേറ്റർ ദാൻ 4 ആണോ, അല്ല, അപ്പോൾ എനിക്കത് എടുക്കാൻ പറ്റത്തില്ല. 4 ഗ്രേറ്റർ ദാൻ 4 ആണോ, അല്ലല്ലോ. 7 ഗ്രേറ്റർ ദാൻ 4 അല്ലേ, അപ്പോൾ എനിക്കത് എടുക്കാം അല്ലേ. 7 ഗ്രേറ്റർ ദാൻ 4, 7 ഗ്രേറ്റർ ദാൻ 4 ആണ്. 5 ഗ്രേറ്റർ ദാൻ 4 ആണ്. അതേപോലെ 8ഉം ഗ്രേറ്റർ ദാൻ 4 ആണല്ലേ. 4ൻ്റെത് കഴിഞ്ഞു. ഇനി ഞാൻ 7നെ ഫിക്സ് ആക്കി എടുക്കുക. 3 ഗ്രേറ്റർ ദാൻ 7 ആണോ, അല്ല. 4 ഗ്രേറ്റർ ദാൻ 7 ആണോ, അല്ലല്ലേ. 7 ഗ്രേറ്റർ ദാൻ 7 ആണോ, അല്ല. 5 ഗ്രേറ്റർ ദാൻ 7 ആണോ, അല്ലല്ലേ. 8 ഗ്രേറ്റർ ദാൻ 7 ആണോ, ആണല്ലേ. അപ്പം 8 ഗ്രേറ്റർ ദാൻ 7 ആണ്. ഓക്കെ, 7നെ ഞാൻ ഫിക്സ് ആക്കി കഴിഞ്ഞു. അടുത്ത് ഞാൻ 5നെ ഫിക്സ് ആക്കി വയ്ക്കുക. 3 ഗ്രേറ്റർ ദാൻ 5 ആണോ, അല്ല. 4 ഗ്രേറ്റർ ദാൻ 5 ആണോ, അല്ല. 7 ഗ്രേറ്റർ ദാൻ 5 ആണോ, ആണ്. അപ്പോൾ 7,5 എഴുതാം. അടുത്ത 5 ഗ്രേറ്റർ ദാൻ 5 അല്ല, 8 ഗ്രേറ്റർ ദാൻ 5 അല്ലേ. അപ്പോൾ 8 ഗ്രേറ്റർ ദാൻ 5. ഓക്കെ, ഇനി എന്താണ്, ഇപ്പം ഞാൻ 8നെ ഫിക്സ് ആക്കി വെച്ചിട്ട് കാര്യമില്ല, ബാക്കിയുള്ള എല്ലാം ചെറുതാണ്. 8 ഗ്രേറ്റർ ദാൻ 8 നമുക്ക് ആവശ്യമില്ല. അപ്പം എ ലെസ് ദ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, 8 ഗ്രേറ്റർ ദാൻ 8ഉം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 8ഉം 7 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ഒക്കെ നമുക്ക് എടുക്കാമായിരുന്നു. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ എ ഗ്രേറ്റർ ദാൻ ബി എന്നല്ലേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ 6. അതേ റിലേഷൻ തന്നെ ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതി കേട്ടോ. ഇനി നോക്കിക്കേ, ആ പോയിൻറ്റ്സ് എല്ലാം ഞാൻ മാർക്ക് ചെയ്യുക. ഇതെൻ്റെ 3, ഇതെൻ്റെ 4, ഇതെൻ്റെ 5, പിന്നെ ഏതൊക്കെയുള്ളത്, 7 ഉണ്ടായിരുന്നല്ലേ. ഇതെൻ്റെ 7, ഇവിടെ എൻ്റെ 8. നോക്കിക്കേ, 4 3ലേക്ക് ഡയറക്ഷൻ, അപ്പം 4 3ലേക്ക് ഡയറക്ഷൻ. ഇനി 7 3ലേക്ക് ഡയറക്ഷൻ ഉണ്ടല്ലോ. അപ്പം എൻ്റെ 7 താണ്ടേ, 7
3യിലേക്ക് ഡയറക്ഷൻ കൊടുത്തു. ഇനി ഏതാ ഉള്ളത്? 5ന്ന് 3യിലേക്ക് ഡയറക്ഷൻ ഉണ്ട്. എൻ്റെ 5 ഇവിടെ ഉണ്ടല്ലേ. 5ന്ന് 3യിലേക്ക് ഞാൻ ഡയറക്ഷൻ കൊടുത്തു. ഇനി നോക്കിക്കേ, 8ന്ന് 3 അല്ലേ. 8ന്ന് 3യിലേക്ക് ഡയറക്ഷൻ. ഇനി 7ന്ന് 4യിലേക്ക് ഡയറക്ഷൻ ഉണ്ട്. 7ന്ന് 4. അപ്പം ഞാൻ അതിങ്ങനെ കാണിക്കാം. 7ന്നാണ് 4യിലേക്ക് ഡയറക്ഷൻ. പിന്നെ ഏതാ? 5ന്ന് 4യിലേക്ക് ഡയറക്ഷൻ ഉണ്ട്. 5ന്ന് 4യിലേക്ക്. പിന്നെ 8ന്ന് 4യിലേക്ക് ഡയറക്ഷൻ ഉണ്ട്. 8ന്ന് 4യിലേക്ക് ഡയറക്ഷൻ ഉണ്ട്. 8ന്ന് 7യിലേക്കും ഡയറക്ഷൻ ഉണ്ട്. ഇനി നെക്സ്റ്റ് 7ന്ന് 5യിലേക്ക് ഡയറക്ഷൻ ഉണ്ട്. 7ന്ന് 5യിലേക്ക് ഡയറക്ഷൻ. പിന്നെ 8ന്ന് 5യിലേക്കും. 8ന്ന് 5യിലേക്ക് ഡയറക്ഷൻ. അപ്പോൾ ഇതായിരിക്കും നമുക്ക് കിട്ടുന്ന ഗ്രാഫ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇക്വാലൻസ് റിലേഷൻസിനെ കുറിച്ചാണ്. ഇക്വാലൻസ് റിലേഷൻസ് ഏതൊക്കെയായിരുന്നു? റിഫ്ലക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ്. റിഫ്ലക്സീവ് എന്ന് പറയുമ്പോൾ എന്താണ്? എന്ന് പറയുന്ന 2 എലമെൻറ്റ് ആറിൻ്റെ അകത്തുണ്ടെങ്കിൽ അതിന് നമ്മൾ റിഫ്ലക്സീവ് എന്ന് പറയും. സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? AB ഉണ്ടെങ്കിൽ BA ഉണ്ടായിരിക്കണം. ട്രാൻസിറ്റീവ് എന്ന് പറയുമ്പോൾ AB ഉണ്ട്, BC ഉണ്ടെങ്കിൽ AC ഉണ്ടാവണം അല്ലേ, അതായിരുന്നു ട്രാൻസിറ്റീവ്. ഇവിടെ റിഫ്ലക്സീവ് റിലേഷൻ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പഠിക്കുന്നത് എന്താണ്? റിഫ്ലക്സീവ് ഡയഗ്രാഫ്. റിഫ്ലക്സീവ് ഡയഗ്രാഫ് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ ആ ഗ്രാഫിലെ എല്ലാ വെർട്ടക്സിനും എന്തുണ്ടായിരിക്കണം? സെൽഫ് ലൂപ്പ് ഉണ്ടായിരിക്കണം. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ഗ്രാഫ് എടുക്കാം. ഇപ്പം ഇത് V1, ഇത് V2, ഇത് V3. അപ്പം ഞാനിവിടെ ഡയറക്ഷനൊക്കെ കൊടുത്തു. ഡയഗ്രാഫ് അല്ലേ. ഈ എല്ലാ വെർട്ടക്സിലും സെൽഫ് ലൂപ്പ് വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ അതിനെ നമുക്ക് റിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയാം. ഒരു ഗ്രാഫ് നിന്നിട്ട് നിങ്ങളോട് ഇക്വാലൻസ് കണ്ടുപിടിക്കാൻ പറയാം. ഇക്വാലൻസ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ റിഫ്ലക്സീവ് ആവണമെന്ന് നോക്കാൻ എന്ത് ചെയ്താൽ മതി? എല്ലാ വെർട്ടക്സിലും സെൽഫ് ലൂപ്പ് ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അത് റിഫ്ലക്സീവ് ഡയഗ്രാഫ് ആയിരിക്കും കേട്ടോ. പിന്നെ ഒരു ഡയഗ്രാഫ് എടുക്കുകയാണെങ്കിൽ വെർട്ടക്സിന് സെൽഫ് ലൂപ്പ് ഇല്ലെങ്കിൽ, ഏതെങ്കിലും ഒരു വെർട്ടക്സിന് ഇപ്പോൾ സെൽഫ് ലൂപ്പ് ഇല്ലെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള റിലേഷനെ എനിക്ക് എന്ത് പറയാം? ഇർറിഫ്ലക്സീവ് റിലേഷൻ എന്ന് പറയാം. എല്ലാ വെർട്ടക്സിനും സെൽഫ് ലൂപ്പ് വേണം കേട്ടോ. ഏതെങ്കിലും ഒരു വെർട്ടക്സിന് സെൽഫ് ലൂപ്പ് ഇല്ലെങ്കിൽ അതെന്താണ്? റിഫ്ലക്സീവ് അല്ല, ഇർറിഫ്ലക്സീവ് ആയിരിക്കും. അടുത്ത സിമ്മട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? AB ഉണ്ടെങ്കിൽ തിരിച്ചെന്ത് ഉണ്ടായിരിക്കണം? BA ഉണ്ടായിരിക്കണം അല്ലേ. അതെങ്ങനെയാണ്? അപ്പം ഞാനൊരു ഗ്രാഫ് വരയ്ക്കാം. ഇത് ABCD. എന്ന് ബിയിലേക്ക് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ തിരിച്ച് ബിന്ന് എയിലേക്കും കാണണം. ബിന്ന് സിയിലേക്കുണ്ടെങ്കിൽ സിന്ന് ബിയിലേക്ക് കാണണം അല്ലേ. ഇവിടെ എല്ലാം ഇങ്ങനെ വരും. അപ്പം ഇതായിരിക്കും ഒരു സിമ്മട്രിക് റിലേഷൻ എന്ന് പറയുന്നത്. ട്രാൻസിറ്റീവും അതേപോലെ സിമ്പിളാണ്. അതായത് AB ഉണ്ട്, BC ഉണ്ടെങ്കിൽ ഇപ്പം എന്ത് കാണണോ അതിൽ ACയും കാണണം അല്ലേ. പിന്നെ ഈ ട്രാൻസിറ്റീവ് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ, നമ്മൾ കിട്ടുന്ന റിലേഷനിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പ് റിലേഷൻ എൻ്റെ അകത്തുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? അതിനെ ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രാഫ് നോക്കിയേ. ഈ ഗ്രാഫിൽ നിന്ന് ഞാൻ V2, V3, V5 എടുക്കുകയാണെന്ന് വെച്ചോ. ഇതെൻ്റെ V2, ഇവിടെ എൻ്റെ V3, ഇതെൻ്റെ V5. ഇനി നോക്കിക്കേ, V3ന്ന് V2ലേക്ക് ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ V3ന്ന് V2ലേക്ക് ഡയറക്ഷൻ കൊടുത്തു. പിന്നെ എവിടുന്ന? V3ന്ന് V5ലേക്കുണ്ടല്ലേ. V3ന്ന് V5ലേക്ക്. പിന്നെ എവിടെ? V5ന്ന് V2. അപ്പോൾ ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് എന്താണ്? ഒരു ട്രയാങ്കിൾ ഷേപ്പല്ലേ കിട്ടി. ഇതേപോലെ ഒരു ട്രയാങ്കിൾ കിട്ടുവാണെങ്കിൽ അതെന്തായിരിക്കും? ട്രാൻസിറ്റീവ് ആയിരിക്കും. ഇനി നോക്കാം നമുക്കത് ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കിക്കേ. ഇപ്പം ഞാൻ ഇവിടുത്തെ ഓർഡേഡ് പേര് ഏതൊക്കെയാണ്? V3ന്ന് V5ലേക്ക് ഡയറക്ഷൻ ഉണ്ടല്ലേ. V3ന്ന് V5ലേക്ക് ഡയറക്ഷൻ ഉണ്ട്. പിന്നെയോ V5ന്ന് V2ലേക്ക് ഡയറക്ഷൻ ഉണ്ടല്ലേ. V5ന്ന് V2ലേക്ക് ഡയറക്ഷൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് പറയാൻ പറ്റണം? V3ന്ന് V2ലേക്ക് ഡയറക്ഷൻ പറയാൻ പറ്റണ്ടേ? അതുണ്ടോ നോക്ക്. V3ന്ന് V2ലേക്കുണ്ടല്ലേ. V3ന്ന് V2ലേക്കും ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. ഇതിപ്പോൾ A ആണെങ്കിൽ ഇത് A ഉണ്ട്, ഇത് B, ഇത് B, ഇത് C ആണെങ്കിൽ AC എന്ന് പറയുന്ന റിലേഷൻ എനിക്ക് പറയാൻ പറ്റണം. ഉണ്ടല്ലോ AC. അപ്പോൾ ഇതെന്താണ്? ട്രാൻസിറ്റീവ് ആണ്. നമ്മൾ ഈ പഠിച്ച ഈ റിഫ്ലക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവും കൂടെ ചേർന്ന് വരുന്നൊരു റിലേഷൻ ഉണ്ട്. അതാണ് ആര്? ഇക്വാലൻസ് ഗ്രാഫ് അല്ലെങ്കിൽ ഇക്വാലൻസ് റിലേഷൻ അല്ലേ.
An equivalence diagram is a directed graph which represents an equivalence relation. That is a diagram which is reflexive, symmetric and transitive ആണെങ്കിൽ അതിനെ എനിക്ക് എന്ത് പറയാം? ഇക്വിവാലൻസ് ഗ്രാഫ് എന്ന് പറയാം. നമുക്ക് ഇക്വിവാലൻസ് റിലേഷൻ ഒരു എക്സാമ്പിൾ നോക്കാം അല്ലേ? ഇക്വിവാലൻസിൽ ആദ്യം എന്താണ്? റിഫ്ലക്സീവ് ആയിരിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഇങ്ങനെ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ റിഫ്ലക്സീവ് ആവണമെങ്കിൽ എല്ലാത്തിനും എന്ത് വേണം? സെൽഫ് ലൂപ്പ് വേണം അല്ലേ? എല്ലാവർക്കും ഞാനൊരു സെൽഫ് ലൂപ്പ് കൊടുത്തു ഇങ്ങനെ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? പിന്നെ സിമ്മട്രിക് ആവണമെങ്കിൽ എന്ന് ബിയിലേക്ക് ഡയറക്ഷൻ ഉണ്ടെങ്കിൽ തിരിച്ച് ബി എയിലേക്കും ഡയറക്ഷൻ കാണണം. എന്ന് ബിയിലേക്ക് ഉണ്ടെങ്കിൽ ബി എയിലേക്ക് കാണണം അല്ലേ? ഇവിടെ എല്ലാം ഇങ്ങനെ കാണണം. ഇങ്ങോട്ട് ഡയറക്ഷൻ പറയുകയാണെങ്കിൽ തിരിച്ചിങ്ങോട്ട് പറയണം. ഇങ്ങോട്ട് ഡയറക്ഷൻ പറയുകയാണെങ്കിൽ തിരിച്ചിങ്ങോട്ടും പറയണം അല്ലേ? ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എന്ത് പറ്റണം? ട്രയാങ്കിൾ ഷേപ്പ് കണ്ടെത്താൻ പറ്റണം അല്ലേ? അതാണ്ട് ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഇത് ട്രാൻസിറ്റീവ് ആയിരിക്കും. ഇതാണ് അപ്പോൾ ഒരു ഇക്വിവാലൻസ് റിലേഷന് അല്ലെ ഒരു ഇക്വിവാലൻസ് ഗ്രാഫിന് എക്സാമ്പിൾ. ഇക്വിവാലൻസ് ഡയഗ്രാഫ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ? അപ്പം ക്വസ്റ്റ്യൻ എന്താണ്? ഡ്രോ എ ഡയഗ്രാഫ് എ എന്ന് പറയുന്ന സെറ്റ് 2, 4, 5, 7, 8, 9 എ റിലേഷൻ ആർ ഓൺ സെറ്റ് എ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. എ, ബി, അതിൽ 2a+b. ഇതെന്താണ്? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? a+b/2 ആണ് കേട്ടോ ഇങ്ങനെ കൊടുത്തേക്കുന്നത്. a+b/2 തന്നെയാണ് ഇവിടെ. 2/a+b എന്നാണ് കൊടുത്തേക്കുന്നില്ല. അപ്പോൾ 2/a+b എന്ന് പറഞ്ഞാൽ എന്താണ്? a+bനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ എഴുതാം? a+b/2 ആണ് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ റിലേഷൻ എഴുതാൻ പോവാണ്. ആർ എന്ന് പറയുന്ന റിലേഷൻ. എൻ്റെ കണ്ടീഷൻ എന്താ? ഞാൻ a+bനെ ആഡ് ചെയ്തിട്ട് എനിക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റണം? 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണം അല്ലേ? 2 + 4 എടുക്കുക. എനിക്കതിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാം? 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലേ? അതേപോലെ 4 + 2നെ എനിക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത 2, 5 പറ്റുമോ? ഇല്ലല്ലേ. അതേപോലെ 5, 2ഉം പറ്റത്തില്ല. 2, 7 പറ്റുമോ? പറ്റത്തില്ല അല്ലേ? 7, 2ഉം പറ്റത്തില്ല. 2, 8 പറ്റുമല്ലോ. അപ്പോൾ 2, 8 എഴുതാം എനിക്ക്. 2, 8. അതേപോലെ 8, 2ഉം പറ്റുമല്ലേ? അപ്പോൾ 8, 2 എനിക്ക് എഴുതാം. 8, 2. 4ഉം 2 നമ്മളെടുത്തു. 4ഉം 5ഉം പറ്റത്തില്ല. 4ഉം 7ഉം പറ്റത്തില്ല. 4ഉം 8ഉം പറ്റില്ലേ? 4, 8 എടുക്കാം. 4, 8 എടുക്കാം. അതേപോലെ 8, 4 തിരിച്ചെടുക്കാം അല്ലേ? പിന്നെ 5ഉം 7ഉം പറ്റുമോ? പറ്റുമല്ലേ? അപ്പോൾ 5, 7 എടുക്കാം. തിരിച്ചെടുക്കാം. എനിക്ക് എന്താ? 7, 5 എടുക്കാം. പിന്നെ എന്ത് പറ്റും? 5, 9 എടുക്കുക ഞാൻ. പറ്റുമല്ലേ? 5, 9 പറ്റും. അതേപോലെ തിരിച്ച് 9, 5 പറ്റും. പിന്നെ എനിക്കിങ്ങനെ എടുക്കാം. 2, 2, 4, 4 അങ്ങനെയില്ല. അങ്ങനത്തെ ഉള്ള എനിക്ക് എടുക്കാം അല്ലേ? 2, 2 എടുക്കാൻ പറ്റും. 4, 4 ഇത് വന്നാലല്ലേ നമുക്ക് സെൽഫ് ലൂപ്പിൻ്റെ വരയ്ക്കാൻ പറ്റത്തുള്ളൂ. 5, 5 പറ്റും. പിന്നെ 7, 7 പറ്റും. 8, 8 പറ്റും. 9, 9 പറ്റും. പിന്നെ 9, 7 ഉണ്ടല്ലോ. പിന്നെ വേറെ ഏതാ ഉള്ളത്? വേറെ എന്താണ്? 9, 7 ഉണ്ടല്ലേ? 9, 7 ഉണ്ട്. അതേപോലെ തിരിച്ച് 7, 9 ഉണ്ടല്ലേ? അപ്പം ഇത്രയും റിലേഷൻസാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടി. ഇത്രയും ഓർഡേർഡ് പെയേഴ്സാണ് എനിക്ക് ഈ ഒരു റിലേഷനിൽ നിന്ന് എടുക്കാൻ പറ്റിയതല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇനി എന്ത് ചെയ്താൽ മതി? ഗ്രാഫ് വരച്ചാൽ മതി. ഗ്രാഫ് വരയ്ക്കാം. ആദ്യം ഞാൻ ആ പോയിൻറ്റ്സ് എല്ലാം ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇവിടെ എൻ്റെ 2, ഇവിടെ ഞാൻ 4 വെച്ചു, ഇവിടെ ഞാൻ 5 വെച്ചു, ഇവിടെ ഞാൻ 7, ഇവിടെ 8, ഇവിടെ 9. ഓക്കെ, ഇനി ആദ്യം ഞാൻ സെൽഫ് ലൂപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 2ൽ 4, 5, 7, 8, 9 എല്ലാത്തിലും സെൽഫ് ലൂപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ സെൽഫ് ലൂപ്പ് എല്ലാത്തിലും വരച്ചു. എല്ലാത്തിലും സെൽഫ് ലൂപ്പ് വരയ്ക്കുക. ഇനി 2 4ലേക്ക് ഒരു റിലേഷൻ ഉണ്ട്. 2 4ലേക്ക് തിരിച്ച് 4 2ലേക്കും ഉണ്ടല്ലേ? അത് കൊടുത്തു. പിന്നെ 2 8ലേക്കുണ്ട്. 2 8ലേക്ക് തിരിച്ച് 8 2ലേക്കും ഉണ്ട്. പിന്നെ 4 8ലേക്കുണ്ട്. 4 8ലേക്ക് തിരിച്ച് 8 4ലേക്കും ഉണ്ട്. 8 4ലേക്കും ഉണ്ട്.
പിന്നെ 5 നിന്ന് 7ലേക്ക്, 5 നിന്ന് 7ലേക്ക് ഇങ്ങനെ റിലേഷൻ ഉണ്ട്. തിരിച്ച് 7 നിന്ന് 5ലേക്കും ഉണ്ട്, 7 നിന്ന് 5ലേക്കുണ്ട് അല്ലേ. പിന്നെ ഏതാ 5 നിന്ന് 9ലേക്കുണ്ട്, 5 നിന്ന് 9ലേക്ക് ഇതാണ്ട് ഇങ്ങനെ. പിന്നെ തിരിച്ച് 9 നിന്ന് 5ലേക്കുണ്ടോ, 9 നിന്ന് 5ലേക്കുണ്ട്. 9 നിന്ന് 7 ഉണ്ടല്ലേ, 9 നിന്ന് 7ലേക്കുണ്ട്. അതേപോലെ തിരിച്ച് 7 നിന്ന് 9ലേക്കും ഉണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇനി ഈ ഗ്രാഫ് നോക്കിക്കേ, എല്ലാത്തിലും സെൽഫ് ലൂപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിഫ്ലക്സീവ് ആണെന്ന് മനസ്സിലായല്ലേ. പിന്നെ സിമ്മട്രിക് ആവുക എന്താ, ഏന്ന് ബിയിലേക്ക് റിലേഷൻ ഉണ്ടെങ്കിൽ തിരിച്ച് ബിയിലേക്ക് കാണാം. അപ്പോൾ 2 നിന്ന് 4 അപ്പോൾ 4 നിന്ന് 2 കാണാം. 2 നിന്ന് 8 ഉണ്ടല്ലോ, അപ്പോൾ 8 നിന്ന് 2 കാണണം. 4 നിന്ന് 8 ഉണ്ട്, 8 നിന്ന് 4ലേക്ക് കാണാം. 5 നിന്ന് 7 ഉണ്ട്, 7 നിന്ന് 5ലേക്ക് കാണണം. 5 നിന്ന് 9 ഉണ്ട്, തിരിച്ച് 9 നിന്ന് 5ൽ കാണണം. 9 നിന്ന് 7 ഉണ്ട്, തിരിച്ച് 7 നിന്ന് 9ലും കാണണം അല്ലേ. അപ്പോൾ ഏതൊക്കെ ഉണ്ടോ അതിനെല്ലാം തിരിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, സിമ്മട്രിക് ആണ്. ഇനി ട്രാൻസിറ്റീവ് ആവാൻ എന്താ, ഏതെങ്കിലും ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടോ നോക്കിയാൽ മതി. എന്നാണ്ട് ഇവിടെ 2, 4, 8 എടുക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഫോം ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ ഇതെന്താണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പം എനിക്കിതിനെ എന്തെന്ന് പറയാം, അപ്പം ഞാൻ പറയുവാണ്, എന്താ പറയുന്നത്, ഇറ്റ് ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ അല്ലേ. അപ്പോൾ ഇത് മൂന്നും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് എനിക്ക് എന്ത് പറയാം, ഇതൊരു ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പറയാം.